ഫ്രണ്ട്സ്, ദിവ്യ റെസിപ്പീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊട്ടറ്റോ സ്മൈലി ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പൊട്ടറ്റോ സ്മൈലി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ സ്മൈലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോസ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ 2 പൊട്ടറ്റോസ് ഇതെങ്ങനെ രണ്ടായിട്ട് മുറിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്കിത് ഇതുപോലെ ഗ്രേറ്ററിൽ ഇങ്ങനെ എടുക്കാം. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തരികളില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ പൊട്ടറ്റോസ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് ഞാൻ 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പൊ അത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ബ്രെഡ് മേടിച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ച് ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചാൽ മതി. അപ്പൊ അത് ഇട്ട് കൊടുത്തു 1/4 കപ്പ്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഈ കോൺഫ്ലവർ ഇല്ല എങ്കിൽ നമുക്കിപ്പോൾ കുട്ടികൾക്ക് വേണം നിർബന്ധമാണെങ്കിൽ നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. കറക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടണമെങ്കിൽ കോൺഫ്ലവർ തന്നെ യൂസ് ചെയ്യണം. ഇൻ കേസ് ഇല്ല എങ്കിൽ തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഇച്ചിരി അരിപ്പൊടി ഇട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇതേ അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പൊട്ടറ്റോ ഉപ്പിട്ടാണ് വേവിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാമുള്ളൂ. പിന്നീട് അതുപോലെ തന്നെ ബ്രെഡിനകത്തും കുറച്ചൊക്കെ ഉപ്പിൻ്റെ ഇതുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ എപ്പോഴും കേട്ടോ. നമുക്കൊരു 1/4 സ്പൂൺ വളരെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊട്ടറ്റോയിൽ വാട്ടർ കണ്ടന്റ് ഡിഫറെൻ്റ് ആയിരിക്കും എപ്പോഴും. കുറച്ച് ചിലപ്പം വെള്ളം കൂടുതലുള്ള പോലെ ഉണ്ടാകും, ചിലപ്പോൾ കുറവുള്ള പോലത്തെ ഉണ്ടാകും. അപ്പം നമുക്കിത് മിക്സ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അതെത്ര ഇതുണ്ടെന്നുള്ളത്. അപ്പോൾ ഇൻ കേസ് ഒത്തിരി വാട്ടർ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിരുന്നു അളവെല്ലാം. അപ്പൊ നമ്മള് 2 പൊട്ടറ്റോയ്ക്ക് 1/4 കപ്പ് ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ 3 സ്പൂൺ കോൺഫ്ലവറും ആണ് യൂസ് ചെയ്തത്. ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുപോലെ 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ മിക്സ് ചെയ്ത് കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടി. അധികം വാട്ടർ കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു, കറക്റ്റ് ആയിരുന്നു. ഇൻ കേസ് നിങ്ങൾ പോവുകയാണെങ്കിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്താൽ മാത്രം മതി. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തി പലക അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്കിത് ഇതിൻ്റെ പകുതി എടുക്കാം. കണ്ടോ, ഈ മാവിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ ബട്ടർ പേപ്പർ വയ്ക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പലകയിൽ എണ്ണ തൂത്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലവറോ മൈദ എന്തെങ്കിലും തൂത്തിട്ട് ഇതുപോലെ ഒന്ന് പതിയെ പതിയെ പ്രസ് ചെയ്ത് ആക്കിയെടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ ഇതുപോലെ നിങ്ങൾ പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മൈദ എണ്ണ തൂത്ത് കൊടുത്താലും മതി കേട്ടോ. കയ്യിൽ ഇച്ചിരി എണ്ണ തൂത്തിട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് പതിയെ ഒന്ന് ഇതാക്കാം. ഒരുപാട് കനം കുറയ്ക്കാൻ പാടില്ല സ്മൈലിക്ക്. നമ്മൾ ആ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കനത്തിൽ തന്നെ വേണം ചെയ്യാൻ. നമുക്ക് സ്മൈലി ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ സർക്കിളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഷേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇപ്പം ഈ സർക്കിൾ ഷേപ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു അടപ്പോ പാത്രത്തിൻ്റെ എന്തെങ്കിലും അടപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഷേപ്സോ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്നിട്ട് ഇതിങ്ങനെ ചെയ്യാം. ഇങ്ങനെ ആക്കി നമുക്കത് നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രോ വെച്ചിട്ട് ഇവർക്ക് കണ്ണ് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ സ്ട്രോ ഒരു പൊടിക്ക് വരുന്നതാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണ് നമ്മൾ എണ്ണയിലത് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് ഒരു ഇത് കിട്ടത്തില്ല. കണ്ടോ, അപ്പോൾ എല്ലാത്തിനും നമ്മൾ കണ്ണ് വെച്ചു. ഇനി നമുക്ക് ഇതുപോലൊരു സ്പൂൺ എടുക്കാം. ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് അവർക്ക് നല്ലൊരു സ്മൈലി ഫേസ് ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കാം. അങ്ങനെ ആക്കുമ്പോൾ നമ്മൾ പയ്യെ ഒന്ന് ബാക്കിലേക്ക് വയ്ക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അവർ ആ ചിരിച്ചൊരു ഫേസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ.
ഇങ്ങനെ പതിയെ ആക്കി ഇതൊക്കെ എല്ലാവർക്കും സ്മൈലാണ് കൊടുക്കുക. അപ്പൊ ഇതാ നമ്മളുടെ സ്മൈലിക്ക് എല്ലാം കണ്ണും വായും എല്ലാം വെച്ചു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ആക്കിയെടുക്കാം. കണ്ടോ, ഇതുപോലെ തന്നെ നിങ്ങൾ ആക്കിയെടുക്കാം കേട്ടോ. അതേ കണ്ട നല്ല ചിരിച്ച ഫേസ് ആയിട്ട് തന്നെ കണ്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇതാ നമ്മൾ ഇത്രയും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് അടച്ചു വെക്കണം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സിപ്പ് ബ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലോ എടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതേ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ആകും കേട്ടോ. ഒരു അരമണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റ് ആകും. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണെല്ലാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇത് നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഒരു 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ എയർ ടൈറ്റ് ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് നമുക്ക് അപ്പോൾ വേണ്ട സമയത്ത് മാത്രം എടുത്ത് വറുത്തച്ചാൽ മതി. പിന്നെ വറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നമ്മൾ അന്നേരം എടുത്താൽ വറക്കണതെന്നുണ്ടെങ്കിൽ ഈ എണ്ണയുടെ ചൂട് നന്നായിട്ട് ആയതിനു ശേഷം മാത്രം ഇട്ടു, അല്ലെങ്കിൽ ആ തണുപ്പ് ഇതും കൂടെ വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ആവില്ല. അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പത്തേ നമ്മുടെ പൊട്ടറ്റോ സ്മൈലി റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. വളരെ പെട്ടെന്നായി കിട്ടും നമുക്ക്. അവരുടെ വായും എല്ലാം കറക്റ്റായിട്ട് വന്നെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വലുതായിട്ട് ചെയ്തില്ലെങ്കിൽ അത് കിട്ടത്തില്ല. അതിങ്ങനെ കണ്ടോ, സ്മൈലി കുട്ടന്മാർ വായൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ ഈ സ്മൈലി കുട്ടനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരി മാറ്റാം. അപ്പൊ നമ്മുടെ സ്മൈലി എല്ലാം റെഡി ആയിട്ടുണ്ട്. വേണ്ട ഇത് കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ വളരെ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ എല്ലാരും കണ്ടോ പൊട്ടറ്റോ സ്മൈലി എങ്ങനെ ഉണ്ടാക്കണമെന്ന്. വളരെ എളുപ്പമല്ലേ? എല്ലാരും ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. എല്ലാരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക സ്മൈലി പോലെ തന്നെ. അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ലാസ്റ്റ് ചെയ്ത നമ്മുടെ മോമോസ്, വെജിറ്റബിൾ മോമോസിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ വളരെ സന്തോഷം. അതുപോലെ ചിക്കൻ മോമോസിന്റെ റെസിപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അത് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. എനിക്ക് അറിയാവുന്ന റെസിപ്പീസ് ആണെങ്കിൽ അതിന്റെ മാക്സിമം പെർഫെക്റ്റ് രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.